ഇവിടെ എടുക്കാൻ പോകുന്നത് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. Electromagnetic radiation in the 10 to 800 nanometer region is capable of interacting with molecules to give rise to electronic transitions. The 10 to 400 nanometer constitutes the ultraviolet region, and the 400 to 800 nanometer constitutes the visible region of the electromagnetic spectrum. Electromagnetic spectrumത്തിന്റെ 10 to 400 നാനോമീറ്റർ വരെയുള്ള റീജിയൻ, അതായത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 10 to 400 നാനോമീറ്റർ വരെയുള്ള റീജിയനിൽ എന്തായിരിക്കും? അവിടെ യു വി റീജിയൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 400 to 800 നാനോമീറ്റർ വരെയുള്ള റീജിയനിൽ വിസിബിൾ റീജിയൻ ആയിരിക്കും. അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹാവിങ് വേവ് ലെങ്ത് ലെസ് ദാൻ 200 നാനോമീറ്റർ ഈസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. യു വി റേഡിയേഷനിൽ എന്തായിരിക്കും? ലെസ് ദാൻ 200 നാനോമീറ്റർ ഉള്ള വേവ് ലെങ്ത്തിന് ഡിഫിക്കൽട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ. അപ്പം ആൻഡ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ആസ് റൂട്ടീൻ ടൂൾ ഫോർ സ്ട്രക്ചറൽ അനാലിസിസ്. അതുകൊണ്ട് അത് കോമൺലി യൂസ് ചെയ്യാറില്ല. എന്ത് റൂട്ടീൻ ടൂളായിട്ട്, സ്ട്രക്ചറൽ അനാലിസിസിന് വേണ്ടിയിട്ട് റൂട്ടീൻ ടൂളായിട്ട് അത് commonly യൂസ് ചെയ്യാറില്ല. Energies in the 200 to 800 nanometer, that is those in the near UV and visible regions, are sufficient to excite an electron to a higher electronic energy level. ഈ 200 to 800 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 200 to 800 ഇതുവരെ ഇതുള്ള യു വി റീജിയനും ഉണ്ട്, വിസിബിൾ റീജിയനും ഉണ്ട്. അവിടെ മുതൽ 200 to 800 നാനോമീറ്റർ വരെയുള്ള എനർജീസിൽ, അതായത് ദോസ് ഇൻ ദി നിയർ യു വി ആൻഡ് വിസിബിൾ റീജിയൻസ് are sufficient to excite an electron to a higher electronic energy level. അവിടെ എന്തായിരിക്കും? എന്ത് സഫിഷ്യൻ്റ് ആണ്? ഒരു ഇലക്ട്രോണ് ഹയർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ലെവലിലേക്ക് എക്സൈറ്റ് വേണ്ടിയിട്ടുള്ളത് അവിടെ സഫിഷ്യൻ്റ് ആണ്. Consequently, absorption spectroscopy carried out in this region is sometimes called electronic spectroscopy or ultraviolet or UV visible spectroscopy. ഈ ഭാഗത്ത് നടക്കുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ചില ടൈമിൽ എന്താ പറയുക? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഇതിനാണ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞത്. Electronic spectroscopy involves the study of electronic transitions from lower to higher quantized energy levels induced in a molecular species by absorption of energy in the ultraviolet and visible regions. Electronic spectroscopy involves a study of electronic transition from lower to higher quantized energy level. ചെറിയ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ മുതൽ ഹയർ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ വരെയുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ഇതിൽ സ്റ്റഡിയിൽ ഇൻവോൾവ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇൻ എ മോളിക്കുലർ സ്പീഷീസ് ബൈ അബ്സോർപ്ഷൻ ഓഫ് എനർജി ഇൻ ദി അൾട്രാവയലറ്റ് ആൻഡ് വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിലും അൾട്രാവയലറ്റ് റീജിയനിലും ഉള്ള എനർജീൻ്റെ അബ്സോർപ്ഷൻ വഴി മോളിക്കുലർ സ്പീഷീസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ലോവർ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ മുതൽ ഹയർ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ വരെയുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്ത്? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്.
Since molecular absorption in this region depends upon the electronic structure of the molecule, such a study provides valuable information regarding molecular structure. Fundamental principle: absorption of light, the Beer-Lambert law. When light of a suitable wavelength passed through a solution of a light absorbing solute, ഒരു ലൈറ്റ് സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യാണ് ഓഫ് എ ലൈറ്റ് അബ്സോർബിങ് സൊല്യൂട്ട്. അതിലൊരു ലൈറ്റ് അബ്സോർബിങ് സൊല്യൂട്ടുള്ള ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യാണ്. ഇൻ എ സോൾവെൻറ്റ് വിച്ച് ഡസൻറ്റ് അബ്സോർബ് ദി ലൈറ്റ്, ഈ സോൾവെൻറ്റിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യൂല. Its intensity gradually decreases due to absorption. ഈ ലൈറ്റ് പാസ് ചെയ്യുമ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ആവും. എന്ത് കാരണം? അബ്സോർപ്ഷൻ കാരണം. ദിസ് ഈസ് ഗവേൺഡ് ബൈ ഫോട്ടോ ഫിസിക്കൽ ലോ. ഇത് ഗവൺ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഫിസിക്കൽ ലോ വെച്ചിട്ടാണ്. അത് ഏത് ലോ ആണ്? ബിയർ-ലാംബർട്ട് ലോ ഇൻ 1852 എന്താണ് Beer-Lambert law? Beer-Lambert law states that when a beam of monochromatic radiation passes through solution of an absorbing substance, ഒരു അബ്സോർബിംഗ് സബ്സ്റ്റൻസിൻ്റെ സൊല്യൂഷനിലൂടെ ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ്റെ ബീം പാസ് ചെയ്യുന്ന ടൈമിൽ the rate of decrease of intensity of radiation with thickness of the solution is directly proportional to the intensity of incident radiation as well as to the concentration of the solution. The rate of decrease of intensity of radiation, ഈ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ decreasing rate with thickness of the solution is സൊല്യൂഷൻ്റെ തിക്നെസ് കൂടിയിട്ട് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിൻ്റെ റേറ്റ് ഓഫ് ഡിക്രീസ് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആസ് വെൽ ആസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും അതേമാതിരി തന്നെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതുക? മാത്തമാറ്റിക്കലി Beer-Lambert law may be expressed as minus di/dx proportional to IC, where I represents the intensity of radiation and C the molar concentration of the solution. ഇതാണ് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ഇൻറ്റൻസിറ്റി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഏത്? di/dx ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് ഈ പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് C എന്ന് പറയുന്നത് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. അത് നമുക്ക് ഇങ്ങനെ ഇതാ ഈക്വൽ ആക്കുമ്പം ഇതിനൊരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുക്കുക, K ഇട്ട് കൊടുക്കുക. അപ്പം -di/dx ഈസ് ഈക്വൽ ടു KIC എന്ന് വരും. ഈ K എന്ന് പറയുന്നത് എന്ത് ബോത്ത് മീഡിയത്തിന്, റേഡിയേഷനും ഈ മീഡിയത്തിനും കൂടി ഉള്ളതിൻ്റെ കോൺസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ് എന്ത് K എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ DXനെ ഇവിടെ കൊണ്ടുവരാം. അതേമാതിരി തന്നെ ഈ Iനെ DIൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും? di/I ഈക്വൽ ടു -KC/dx എന്ന് വരും. If I0 is the incident intensity and Ix the emergent intensity after passing through a thickness X of the medium,
ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിക്നെസ് ഉള്ള മീഡിയത്തിൻ്റെ എക്സ് തിക്നെസ് ഉള്ളതിൻ്റെ അതിലൂടെ എന്ത് പാസ് ചെയ്യാണ്, ഇൻറ്റൻസിറ്റി ഇത് ലൈറ്റ് പാസ് ചെയ്യണം. അതിൽ I0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയും IX എന്ന് പറയുന്നത് എമർജൻറ്റ് ഇൻറ്റൻസിറ്റിയും ആണ് വെച്ചാൽ ദെൻ ഇൻ്റഗ്രേഷൻ ഓഫ് ഇക്വേഷൻ 3 ബിറ്റ്വീൻ ദീസ് ലിമിറ്റ്സ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് ഈ 3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, DI ബൈ I ഈക്വൽ ടു മൈനസ് KC DXൻ്റെ എന്ത് ഇൻ്റഗ്രേറ്റ് കൊടുക്കുക, ഈ I0 ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റിയും IX എമർജൻറ്റ് ഇൻറ്റൻസിറ്റിയും ആക്കിയിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ I0 ടു IX DI ബൈ I ഈക്വൽ ടു മൈനസ് KC ഇൻ്റഗ്രൽ 0 ടു X DX. ഇവിടെ എക്സ് തിക്നെസ് ആണ്, അപ്പോൾ ഇവിടെ 0 മുതൽ X വരെ DX. അപ്പം അത് ലോഗാക്കി മാറ്റാം. ലോഗ് IX ബൈ I0 ഈക്വൽ ടു മൈനസ് KC X കൊടുക്കുക. ഈ ലോഗിൽ എല്ലാവരും മാറ്റിയിട്ട് ഈ ലോഗാക്കുമ്പോൾ അവിടെ എന്ത് വരും, ആൻസറിൽ ബൈ 2.303 വരും. ലോഗ് IX by I0 equal to minus K divided by 2.303 CX. Then അത് പിന്നെ മൈനസ് മാറ്റിയിട്ട് പോക്കിയിട്ട് എഴുതുമ്പോൾ എന്താകും, ഇത് ഓപ്പോസിറ്റ് ആകും. ലോഗ് I0 ബൈ IX കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് പോകും. അപ്പം ലോഗ് I0 ബൈ IX ഈക്വൽ ടു K ബൈ 2.303 CX. ലോഗ് I0 ബൈ IX ഈക്വൽ ടു എപ്സിലോൺ CX ആയിരിക്കും വരിക. വേർ K ബൈ 2.303 എന്ന് പറയുന്നത് എന്തായി കൊടുക്കുക, ഈ ഒരു K ബൈ 2.303 എന്ന് പറയുന്നത് എപ്സിലോൺ ആക്കി കൊടുക്കുക. അതൊരു ന്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതിനെന്താ പറയുക, മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻറ്റ് എന്നാണ് പറയുക. വെൻ ദ കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ പെർ ലിറ്റർ ആൻഡ് ദ തിക്നെസ് ഇൻ സെൻറ്റിമീറ്റർ. മോൾ പെർ ലിറ്ററിലാണ് എന്ത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക, ദെൻ തിക്നെസ് എക്സ്പ്രസ് ചെയ്യുക സെൻറ്റിമീറ്ററിലാണ്. ഓർ A ഈക്വൽ ടു എപ്സിലോൺ CX വേർ A ഈസ് ഈക്വൽ ടു ലോഗ് I0 ബൈ IX. ഇതാണ് A എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു എപ്സിലോൺ CX ആയിരിക്കും. ഈ A എന്ന് പറയുന്നതിന് എന്താ പറയുക, A ഈസ് നോൺ ആസ് ദ അബ്സോർബൻസ് ഓർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദി solution. Absorbance or optical density of the solution. സൊല്യൂഷൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയോ അല്ലെങ്കിൽ അബ്സോർബൻസോ എന്നാണ് പറയുക. എന്തിന് എക്ക് പറയാം. ഇക്വേഷൻ 9 മേ റിട്ടൺ ആസ് എപ്സിലോൺ ഈക്വൽ ടു I ബൈ CX ലോഗ് I0 ബൈ IX. എങ്ങനെയാണ് ഇക്വേഷൻ 9 എന്ന് പറയുന്നത്, ലോഗ് I0 ബൈ IX ഈക്വൽ ടു എപ്സിലോൺ CX എന്നും. അതിൽ ഈ CX എന്തായി മാറും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1/CX ആയിട്ട് മാറും അല്ലേ. അങ്ങനെയാണ് എപ്സിലോൺ ഈക്വൽ ടു 1/CX ലോഗ് I0 ബൈ IX എന്ന് വരുന്നത്. വെൻ IX ഈക്വൽ ടു 1/10 I0, ഈ IX എന്ന് പറയുന്നത് 1/10 I0യും ആൻഡ് C ഈക്വൽ ടു 1, C 1 ആകുമ്പോൾ 1 മോൾ പെർ ലിറ്ററും ആകുമ്പോൾ എന്തായിരിക്കും, എപ്സിലോൺ 1/X ആയിരിക്കും ആവുക. എപ്സിലോൺ 1/X ആയിട്ടായിരിക്കും മാറാം. ഹെൻസ് the molar absorption coefficient or molar extinction coefficient is defined as the reciprocal of the thickness of a
1 molar solution which reduces the intensity of radiation to 1/10th of its initial value. അപ്പം മോളാർ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് അല്ലെങ്കിൽ മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യൻറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ അത് എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് തിക്നെസ് ഓഫ് എ 1 മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷൻ്റെ തിക്നെസ്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് വിച്ച് റെഡ്യൂസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷന് റെഡ്യൂസ് ചെയ്യുമല്ലോ. ആ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മോളാർ സൊല്യൂഷൻ്റെ തിക്നെസ്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/10th ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂൻ്റെ 1/10th ആയിരിക്കും. ഫോർ എ ഗിവൺ സോൾവെൻറ്റ് ആൻഡ് എ റേഡിയേഷൻ ഓഫ് എ ഗിവൺ ഫ്രീക്വൻസി, തന്നിരിക്കുന്ന സോൾവെൻറ്റും അതിൻ്റെ തന്നിരിക്കുന്ന റേഡിയേഷൻ്റെ തന്നിരിക്കുന്ന ഫ്രീക്വൻസീൻ്റെ റേഡിയേഷനും എപ്സിലോൺ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി സൊല്യൂട്ട്. എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ പെർ മോൾ പെർ സെൻറ്റിമീറ്റർ ആണ്. ലിറ്റർ പെർ മോൾ സെൻറ്റിമീറ്റർ. ദ റേഷ്യോ ഓഫ് ദി എമർജൻറ്റ് ഇൻറ്റൻസിറ്റി, അതായത് IX ടു ദ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി I0 ഈസ് കോൾഡ് ട്രാൻസ്മിറ്റൻസ്. ഈ എമർജൻറ്റ് ഇൻറ്റൻസിറ്റീൻ്റെയും ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റീൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അതിനെന്താ പറയുക? ട്രാൻസ്മിറ്റൻസ് T എന്നാണ് പറയുക. അതായത് T = IX by I0. Since A is equal to log I0 by IX, it follows that A is equal to minus log T ആകും.